പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരു സോറി പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. എനിക്കിന്ന് നല്ല മൂക്കൊലിപ്പുണ്ട്. കോവിഡ് ആകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം 2 വാക്സിനേഷൻ കഴിഞ്ഞു. അനുബന്ധ തലവേദന, ശരീരവേദന, ഛർദി, വയറിളക്കം ഒന്നുമില്ല. അതിൻ്റെ ഒരു നേരിയ ക്ഷീണം, അതിൻ്റെ ഒരു പോരായ്മ ഈ സംസാരത്തിനിടയിൽ വരാം, ക്ഷമിക്കുമല്ലോ. പലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് സംസാരങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. 70 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദുരിതം തന്നെയാണ് പലസ്തീൻ ഇസ്രായേൽ പ്രശ്നം. ഈ പ്രശ്നത്തെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഇതിനകത്ത് ഭാഗഭാക്കാകുന്ന കക്ഷികൾ ഹമാസ്, ഫത്ത, പലസ്തീൻ, ഇസ്രായേൽ ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള കാരണങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാകൂ എന്നുള്ളതുകൊണ്ട് അല്പം വിശദീകരിച്ചു പോകാൻ തന്നെ വളരെ ചുരുക്കി. ആദ്യം എന്താണ് ഹമാസ് എന്ന് നമുക്ക് നോക്കാം. പലസ്തീനെ ഇസ്രയേലിൽ നിന്ന് വിമോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഹമാസ്. ഇത് രൂപം കൊണ്ട വേളയിൽ ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലായിരുന്നു. ഈജിപ്തിലെ ഇസ്ലാമിക് ബ്രദർഹുഡ് അതിനെ കണ്ട് ആ ചുവട് പിടിച്ചുകൊണ്ടാണ് അവർ സാമൂഹ്യ രംഗത്തേക്ക് വരുന്നത്. ചാരിറ്റി പ്രവർത്തനമായിരുന്നു അവരുടെ മുഖ്യ രീതി. PLO, ഫതഹ്, നമ്മുടെ യാസർ അറാഫത്ത് തുടങ്ങിയ ആളുകൾ ഇസ്രയേലുമായി അങ്ങേയറ്റം സമരം ചെയ്തുകൊണ്ടിരുന്ന, യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന വേളയിലൊക്കെ ജിഹാദിന് സമയമായില്ല എന്ന് വിചാരിച്ചിട്ട് അതിൽ നിന്നൊക്കെ മാറി നിന്ന വിഭാഗമാണ് ഹമാസ്. പക്ഷേ അങ്ങനെ ഇരിക്കെ 2ാം ഇൻതിഫാദ ഉണ്ടായി. 2ാമത്തെ വിശുദ്ധ യുദ്ധം എന്ന് വേണമെങ്കിൽ പറയും. ആ സമയം തന്നെയാണ് ഇറാനിലെ അയത്തുള്ള ഖൊമൈനി എന്ന ഇസ്ലാമിക പണ്ഡിതൻ അധികാരത്തിലേക്ക് മതം ഉപയോഗിച്ച് ഇത് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട്, ഇതിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് ഹമാസ് നേരത്തെ ഉണ്ടാക്കി വെച്ച സ്വാധീനം പലസ്തീനികളുടെ ഇടയ്ക്ക്, പ്രത്യേകിച്ച് ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ചാരിറ്റി പ്രവർത്തനം നടത്തി, ഹോസ്പിറ്റൽ, സ്കൂള് തുടങ്ങിയ എല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങളും, ഇതിനൊക്കെ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള വിദേശ ഫണ്ടുകളൊക്കെ അവർക്ക് ഒരുപാട് ലഭിച്ചിരുന്നു എന്നുള്ളത് പറയത്തക്ക രീതി. പക്ഷേ ഇറാനിലെ മതവിപ്ലവം കണ്ട് അതിൽ നിന്ന് ഊറ്റം കൊണ്ടുകൊണ്ടാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അവരെ കയ്യിലെടുത്തുകൊണ്ട് രംഗത്തേക്ക് വരുന്നത്. ഇതിൻ്റെ ഇപ്പോഴും അപ്പോഴുമുള്ള പ്രധാന പിന്തുണക്കാർ, പ്രത്യേകിച്ച് ഇപ്പോൾ ഖത്തറും ടർക്കിയുമാണ് ഇവരെ അങ്ങേയറ്റം പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത്. 2015 ബഹ്റൈൻ, ഈജിപ്റ്റ്, റഷ്യ, സിറിയ, സൗദി അറേബ്യ, UAE ഈ രാജ്യങ്ങളൊക്കെ ഇതിനെ ഒരു തീവ്രവാദ സംഘടന എന്ന് പറഞ്ഞ് മുദ്ര കുത്തിയുണ്ടാക്കും. അവരുടെ മാനിഫെസ്റ്റോ, ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത്, ആ മുദ്രാവാക്യം ഇസ്ലാം ഈസ് ദ സൊല്യൂഷൻ, ഇസ്ലാമാണ് പരിഹാരം എന്ന്. അതിന് നമുക്ക് വേണമെങ്കിൽ നിഷ്പക്ഷ വായനയ്ക്ക് ഇസ്ലാം ഈസ് ദ പ്രോബ്ലം എന്ന് വേണമെങ്കിൽ തിരുത്തി വായിക്കാം. അത് വായിക്കുന്നവരുടെ മനോഗതി പോലിരിക്കും. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഈസ് ദ സൊല്യൂഷൻ. അപ്പം ഏക ഉത്തരം അവിടെയാണ്
ഈ ഹമാസിൻ്റെ തീവ്രമുഖം, ഉദ്ദേശ ലക്ഷ്യം ഒക്കെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ തുടക്കം എന്ന നിലയ്ക്ക് ഇത് യാസർ അറാഫത്ത് ഉൾപ്പെടെയുള്ള PLO, പലസ്തീൻ ലിബറൽ ഓർഗനൈസേഷൻ, അവരെ എതിർത്തിരുന്നില്ല, അനുകൂലിച്ചിരുന്നില്ല. അവിടെ ഒരു റിഫ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇസ്രയേലിൻ്റെ പിന്തുണ കിട്ടിയ ഒരു സംഘടനയാണ് ഹമാസ്. ഇന്ന് ഇസ്രയേലിലേക്ക് തുരുതുര ബോംബ് വർഷിക്കുന്ന ഈ ഹമാസിനെ പാലൂട്ടി വളർത്തിയതിൽ ഇസ്രയേലിൻ്റെ പങ്ക്, അതിനു കാരണം അറാഫത്തിൻ്റെ നേതൃത്വത്തിലുള്ള PLA ക്ഷണിപ്പിക്കാൻ വേണ്ടിയിട്ട് റിഫ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ സയനിസ്റ്റുകൾ കണ്ടെത്തിയ ഒരു മാർഗമായിരുന്നു അത്. 80കളുടെ മധ്യത്തോടെ ഇസ്രയേൽ നിരന്തരമായി പലസ്തീനികളുമായി യുദ്ധം അല്ലെങ്കിൽ സമരത്തിൽ അല്ലെങ്കിൽ കുടി ഒഴിപ്പിക്കൽ ഇതിൽ ഏർപ്പെട്ടിരുന്നപ്പോൾ വെസ്റ്റ് ബാങ്ക്, ഗാസ മുനമ്പ് ഒക്കെ അധീനപ്പെടുത്തി. അപ്പോഴാണ് ഇറാനിലെ വിപ്ലവത്തിൻ്റെ പാഠം തങ്ങൾക്കനുകൂലമായി ഉപയോഗിക്കാമെന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ ഹമാസ് ഷെയ്ഖ് അഹമ്മദ് യാസീൻ്റെ നേതൃത്വത്തിൽ സായുധ പോരാട്ടത്തിലേക്ക് നീങ്ങി. 1993 വരെ ഹമാസ് ഇസ്രയേൽ ഏറ്റുമുട്ടലുകളുടെ ഒരു നീണ്ട പരമ്പര തന്നെ ചരിത്രത്തിൽ ഉടനീളം ഈ കോൺഫ്ലിക്റ്റുമായി നമുക്ക് വായിച്ചെടുക്കുവാനും കാണാൻ സാധിക്കും. മാത്രമല്ല, പലസ്തീനികളുടെ ഇടയിൽ ഒരു വികാരം ജ്വലിപ്പിച്ചു നിർത്താൻ അവർക്ക് സാധിച്ചു. ഫത്താഹ് അല്ലെങ്കിൽ PLO അവർക്ക് ഇസ്രയേലിൻ്റെ എതിരെ ശക്തമായ സമരമുറ അല്ലെങ്കിൽ അടിച്ചമർത്തൽ രീതി സ്വീകരിക്കാൻ ഒക്കുന്നില്ല എന്നതുകൊണ്ടും തങ്ങളാണ് യഥാർത്ഥത്തിൽ അവർക്കെതിരെ പോരാടാൻ പ്രാപ്തർ എന്നും വരുത്തി തീർത്തിക്കൊണ്ട് ഒരു പരിധിക്കത് ശരിയുമാണ് ഹമാസ് മുന്നോട്ട് നീങ്ങി. അങ്ങനെ ഒരു എലക്ഷൻ നടന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അതിൽ ഫത്താഹിനെ പിന്തള്ളിക്കൊണ്ട് 74 സീറ്റ് ഇവർ നേടി. അന്ന് ഫത്താഹിന് കിട്ടിയത് 45 സീറ്റ്. ഇവരുടെ മാൻഡറ്ററിയിൽ പറയുന്നത്, ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ പറയുന്നത് ഇസ്രയേലിനെ ഇല്ലായ്മ ചെയ്യുക, ഇല്ലാതാക്കുക, പകരം ഇസ്ലാമിക സ്റ്റേറ്റ് രൂപീകരിക്കുക. അത് ഒരു കാരണവശാലും അങ്ങനെ രൂപീകരിക്കപ്പെടുന്ന രാഷ്ട്രം മതേതരമാകരുത്. എത്ര നടക്കാനൊക്കാത്ത ഉട്ടോപ്യൻ സങ്കല്പമെന്ന് നോക്കൂ. ഇവിടെയാണ് മതവിശ്വാസത്തിൻ്റെ തീവ്രത ഒരു പരിധിക്കെങ്കിലും ഇവിടെ കയറി വരുന്നത്. ഈ വിഷയത്തിൽ മതത്തെ പ്രതിസ്ഥാനത്ത് നിർത്താമോ എന്ന് ചോദിച്ചാൽ വളരെ കഷ്ടിച്ചേ ഉത്തരം പറയാൻ പറ്റുള്ളൂ. അങ്ങനെ നിർത്താൻ പറ്റിയ രീതി അല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളെ അന്വേഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അവരുടെ രേഖയിൽ പറയുന്നത് ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങൾ പ്രാവർത്തികമാക്കാനാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. ഇസ്ലാമിനെതിരെ നിലപാടെടുക്കുന്നവരൊക്കെ ശത്രുക്കളാണ്. അവരെ നേരിടാനും ഇല്ലാതാക്കാനും സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാ ഇസ്ലാമിസ്റ്റുകൾക്കും മുസ്ലിങ്ങൾക്കും ബാധ്യതയുണ്ട് എന്ന മനുഷ്യത്വ വിരുദ്ധമായ കാടൻ നിയമങ്ങളെ നെഞ്ചിലേറ്റിയാണ് ഹമാസ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു എങ്കിൽ തന്നെയും സാഹചര്യം മാറുമ്പോൾ ഏതു തീവ്രവാദവും അതിൽ വെള്ളം ചേർക്കട്ടും വരുമെന്നുള്ളത് ചരിത്രത്തിൻ്റെ ഒരു പാഠമായി ഉൾക്കൊള്ളാമെങ്കിൽ ഹമാസും ആ നിലയിലേക്ക് പിന്നീട് മാറിയെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദൈവം ഞങ്ങളുടെ ലക്ഷ്യം, പ്രവാചകൻ ഞങ്ങളുടെ മാതൃക, ഖുർആൻ ഞങ്ങളുടെ ഭരണഘടന, ജിഹാദ് ഞങ്ങളുടെ മാർഗം, ദൈവത്തിന് വേണ്ടിയുള്ള മരണം ഞങ്ങളുടെ അദമ്യമായ ആഗ്രഹം. ഇതാണ് ഹമാസിൻ്റെ മുദ്രാവാക്യം. തീവ്രവാദ
നിലപാട് എന്നൊക്കെ പറഞ്ഞാൽ അതിനെ സാധൂകരിക്കത്തക്ക രീതിയിലാണ്. മാത്രമല്ല അവർ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, അന്തിമ വിധി നാൾ, ഖിയാമത്ത് നാൾ വരുന്നത് വരെ മുസ്ലിം ജനതയ്ക്കായി ദൈവം തയ്യാറാക്കി വച്ചിരിക്കുന്ന പുണ്യഭൂമിയാണ് പലസ്തീൻ. ഈ പലസ്തീനെ സംബന്ധിച്ചിടത്തോളം 3 മതങ്ങൾക്ക് പ്രാധാന്യമുള്ള ഒരു മേഖലയാണ്. ഞാനത് വഴിയെ പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഹമാസിന് നിലപാടുകൾ മയപ്പെടുത്തേണ്ടി വന്നു എന്ന്. അവർ ഇപ്പോൾ പറയുന്നത് 76-ലെ തൽസ്ഥാനത്തേക്ക് ഇസ്രയേൽ തിരിച്ചുപോക്ക് നടത്താമെങ്കിൽ, നേരത്തെ പറഞ്ഞത് ഇസ്രയേലിനെ ഉന്മൂലനം ചെയ്യുക, ജൂതന്മാരെ കൊന്നൊടുക്കുക എന്നൊരു അർത്ഥമുണ്ടല്ലോ അതിന്. എന്നാൽ സാഹചര്യ സമ്മർദ്ദം കൊണ്ട് മതം തനിയെ എത്രമാത്രം വെള്ളം ചേർക്കുന്നു എന്നതിൻ്റെ ശക്തമായ തെളിവാണ്. ഉട്ടോപ്യൻ അവകാശവാദങ്ങളുമായി സ്വപ്നങ്ങളെ താലോലിച്ചുകൊണ്ട് ഒരു ജനതയ്ക്കും ഒരു തീവ്രവാദ സംഘടനയ്ക്കും മുന്നോട്ട് പോകാനാവില്ല എന്ന മയപ്പെടുത്തൽ നയം ഹമാസ് എടുക്കേണ്ടി വന്നത് സാഹചര്യ സമ്മർദ്ദങ്ങൾ കൊണ്ടാണ്. അപ്പോൾ സാഹചര്യ സമ്മർദ്ദം വരുമെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ഇത് പുണ്യഭൂമി എന്നുള്ള അഭിപ്രായം മാറ്റിവെക്കാൻ സാധിക്കും. ഇസ്ലാമിൻ്റെ ശത്രുക്കളെയൊക്കെ ഞങ്ങൾ കൊന്നൊടുക്കും എന്ന് പറയുന്നത് അവരെ കൂടെ ഞങ്ങൾ ഉൾക്കൊള്ളുമെന്ന് പറയേണ്ടി വരും. അങ്ങനെ വെള്ളം ചേർത്ത് മതം മുന്നോട്ട് പോകണം എന്നാണ്. ഇനി നമുക്ക് ഇസ്രയേലിനെ കുറിച്ചുകൂടെ ഒന്ന് പരിചയപ്പെടട്ടെ. ഇസ്രയേലിനെ പരിചയപ്പെടണമെങ്കിൽ ജൂതരെ പരിചയപ്പെടണം. ജൂതരുടെ അധിനിവേശ പ്രദേശമാണല്ലോ ഇസ്രയേൽ. ഈ ഖുർആനിലൊക്കെ ജൂതരെ കുറിച്ചൊക്കെ വളരെ മോശമായ പരാമർശവും അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ ആഹ്വാനങ്ങളുണ്ട്. അത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് വ്യാഖ്യാനിക്കാൻ പാകം. ഈ ഇടയ്ക്കൊരു മുസ്ലിയാർ ഉസ്താദ് ഖാസിമി ബുത്തേടം റഹ്മത്തുള്ള അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഓർമ്മിക്കുമല്ലോ, ജ്യൂസ് JEWS എന്നുള്ളതിനെ അദ്ദേഹം ജ്യൂസ് JUICS ജ്യൂസ് എന്നാക്കി മാറ്റിക്കൊണ്ട് കളിയാക്കിയതിൻ്റെ ജ്യൂസ് കുടിക്കരുത് എന്ന് അത്രത്തോളം എന്താ പറയുക, ആ ഒരു സ്പർദ്ധ ഒരു മുല്ലാക്കയുടെ മനസ്സിൽ വരണമെങ്കിൽ ആ ഗ്രന്ഥം നൽകുന്ന അതിൻ്റെ ഉത്തേജനം എന്ന് പറയുന്നത് ചെറുതല്ല എന്നുള്ളത്. എന്തായാലും 947 പാലസ്തീനിൽ ജൂതരാഷ്ട്രം ബാൽഫർ പ്രഖ്യാപനത്തിലൂടെ ബ്രിട്ടൻ നടത്തിയെടുത്തു. അത് UN ജനറൽ അസംബ്ലി അവർക്ക് പകുതി സ്ഥലം, ഏകദേശം 55% സ്ഥലം നൽകി. 45% സ്ഥലം പലസ്തീനികൾക്ക്. ജൂതന്മാർ, ഇസ്രയേൽ ഇതിൽ തൃപ്തരായിരുന്നു എന്നുള്ളത്. അവർക്ക് കൂടുതൽ സ്ഥലം കിട്ടി. അവർ ഈ രാജ്യക്കാരല്ല. പലസ്തീൻ എന്ന ചരിത്രാതീത കാലഘട്ടത്തെ താമസക്കാരാണ്. മറ്റു പലരുമായി ഇഴുകിച്ചേർന്ന് അവർ പല കാരണങ്ങൾ കൊണ്ട് ആ പ്രദേശം അവർക്ക് വിട്ടുപോകേണ്ടി വന്നു. യൂറോപ്പിലൊക്കെ അവർ കുടിയേറി. ഹിറ്റ്ലറിൻ്റെ ഹോളോകാസ്റ്റൊക്കെ നമുക്ക് നല്ല ഓർമ്മയുണ്ട്. അങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗത്ത് മനുഷ്യരാൽ മനുഷ്യൻ പീഡിപ്പിക്കപ്പെടുന്ന, ജൂതന്മാർ പീഡിപ്പിക്കപ്പെടുന്ന വളരെ ദുസ്സഹമായ ഒരവസ്ഥ അവർക്കുണ്ടായി. എങ്കിൽ അതിൽ നിന്നൊരു മോചനം എന്ന നിലയ്ക്ക് വാഗ്ദത്ത ഭൂമി എന്ന മിഥ്യാസ്വപ്നം കണ്ടുകൊണ്ട് തന്നെ ഇസ്രായേൽ രൂപീകരിക്കപ്പെട്ടു. ആ 55% ഭൂപ്രദേശം അവർ സന്തോഷപൂർവ്വം സ്വീകരിച്ചപ്പോൾ അറബ് രാജ്യങ്ങൾ ഇതിനെതിരെ ശക്തമായി നിലപാടെടുത്തതുകൊണ്ട് കൂടിയാണ് ഇന്നത്തെ ഈ പ്രശ്നം ഇത്രയും ഗുരുതരമായി എത്തി നിൽക്കുന്നത്. അങ്ങനെ അറബ് രാഷ്ട്രങ്ങൾ അങ്ങനെ ഒരു നിലപാടെടുക്കാൻ അവർക്ക് തക്കതായ മാനുഷിക കാര്യങ്ങളും കാരണങ്ങളും ഉണ്ടെന്നുള്ളത് നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. എന്നതുകൊണ്ട് തന്നെ ഇസ്രയേലിനെ
ഇസ്രയേൽ ജനതയെ അല്ല ഇവിടെ നമുക്ക് പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടി വരുമെന്നുള്ളത് തമസ്കരിച്ച് വർത്തമാനം പറയാൻ സാധിക്കില്ല. 10 ലക്ഷം പേരെ ആദ്യഘട്ടത്തിൽ തന്നെ ഇസ്രയേൽ പുറത്താക്കി എന്നുള്ളത് നോക്കൂ. ഒരു പ്രദേശത്ത് കയ്യേറി അവിടുത്തെ താമസക്കാരായ 10 ലക്ഷം ആളുകളെയാണ് ഇവർ കുടിയൊഴിപ്പിച്ചത്. അത് നിസ്സാരമായ ഒരു സംഖ്യ അല്ല. 48 യുദ്ധത്തെ തുടർന്നാണ്, ഈ 48 ഈ ഇസ്രയേൽ രാഷ്ട്രം സ്ഥാപിക്കപ്പെടുന്നത്. അപ്പം തന്നെ അറബ് രാജ്യങ്ങൾ അതിന്മേൽ പ്രത്യാക്രമണം തുടങ്ങി. ആ തുടങ്ങിയതിന് ഒരുപാട് ന്യായീകരണമുണ്ട്. നിഷ്പക്ഷമായി ആലോചിക്കുമ്പോൾ ഒരു പിടിച്ചടക്കൽ തന്നെയായിരുന്നു. ആ പ്രദേശത്ത് അവർ സംരക്ഷണമായി കഴിഞ്ഞുവെങ്കിൽ ലോകത്തെ നാനാഭാഗത്തു നിന്നുള്ള പ്രയാണം ഇസ്രയേൽ രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി തന്നെ ബോധപൂർവം ഉണ്ടായി. ലോകരാജ്യങ്ങളുടെ പല രാജ്യങ്ങളിൽ പല കാരണങ്ങളാൽ അവരെ പിന്തുണച്ചു എന്നുള്ളതും ഇവിടെ നമുക്ക് കാണാതിരിക്കാൻ സാധ്യമല്ല. പക്ഷെ അത്തരത്തിലുണ്ടായ ഒരു സംഭവത്തിൽ ഏറ്റവും നഷ്ടപ്പെട്ടത് അറബികൾ പോലുമല്ല, പലസ്തീൻകാരാണ്. സ്വന്തം ഭൂമി നഷ്ടപ്പെട്ടുകൊണ്ട് ഏകദേശം 7,11,000 പേർ അഭയാർത്ഥികളായി സ്ഥലം വിടേണ്ട ഒരവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ നീങ്ങിയെങ്കിൽ 48-ൽ 10 ലക്ഷം, അങ്ങനെ അനേക ലക്ഷം ആളുകൾ സ്വന്തം വീടുകളിൽ നിന്ന് പ്രദേശങ്ങളിൽ നിന്ന് കുടിയിറക്കപ്പെട്ട് ചട്ടമ്പിത്തം, തിണ്ണമെടുക്ക്, കയ്യൂക്ക് ഇതിൻ്റെ പേരിൽ രൂപീകൃതമായതാണ് ഇസ്രായേൽ. ഈ ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് വലതുപക്ഷവാദികൾ പല വ്യാഖ്യാനങ്ങളും കൊണ്ടുവരുന്നുണ്ട്. നിഷ്പക്ഷ വായനയ്ക്ക് തുനിയുമ്പോൾ അതൊക്കെ തെറ്റായ വ്യാഖ്യാനങ്ങളും മനഃപൂർവ്വമുള്ള പറച്ചിലുകളുമാണെന്ന് നമുക്ക് എളുപ്പം മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും. ഈ പലസ്തീൻ ജൂത, ക്രൈസ്തവ, ഇസ്ലാം മതങ്ങൾക്ക് പുണ്യഭൂമി. ഈ ജൂതന്മാർക്ക് രണ്ടാമത്തെ വിശുദ്ധ സ്ഥലമായ ഒരു മതിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ആ മതിലിൻ്റെ മുമ്പിൽ നിന്ന് അവർ സുജൂദ് ചെയ്യുന്നതും പറ്റും. പിന്നെ അൽ-അഖ്സ പള്ളി, നബി ബുറാക്കിൽ നിന്ന് സ്പേസിലേക്ക് കുതിച്ചുയർന്നത് അൽ-അഖ്സ സാറ്റലൈറ്റ് കേന്ദ്രത്തിൽ നിന്നാണ്. ചിരിക്കാതെ എന്ത് ചെയ്യാനായിട്ട്. അതുകൊണ്ടത് ഇസ്ലാമിസ്റ്റുകളുടെ മൂന്നാമത്തെ പുണ്യകേന്ദ്രമാണ്. ഒന്ന് മെക്ക, മദീന, അൽ-അഖ്സ അല്ലെങ്കിൽ ബൈത്തുൽ മുഖദ്ദിസ് എന്നറിയപ്പെടുന്ന സാറ്റലൈറ്റ് വിക്ഷേപണ കേന്ദ്രം. സാറ്റലൈറ്റിന് കുതിരയുടെ ശരീരഘടനയാണ് അന്ന്. അത്രത്തോളം ടെക്നോളജി അന്ന് വികസിച്ചിരുന്നു എന്നാണ്. അത് പിന്നീട് പകർത്തിയെടുക്കാൻ ഇന്നത്തെ ടെക്നോളജിക്ക് സാധിക്കാത്തത് കൊണ്ട് ബുറാക്ക് എന്ന കുതിരയിൽ കയറി നമുക്ക് മാർസിലേക്കും മൂണിലേക്കും പോകാൻ സാധ്യമല്ലാത്തത് അവരുടെ കുഴപ്പമല്ല. ആ ടെക്നോളജി നമ്മൾ പോട്ടെ. ഹീബ്രു ബൈബിളിൽ ഇസ്രയേൽ മണ്ണ്, ഹീബ്രുക്കളുടെ നാട്, തേനും പാലും ഒഴുകുന്ന നാട്, വാഗ്ദത്ത ഭൂമി, ദൈവരാജ്യം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അവർക്ക് ഇതിൽ പരം ആ ഭൂമിയെ ഞങ്ങളുടെ വാഗ്ദത്ത ഭൂമിയായി, പാലും തേനും ഒഴുകുന്ന നാട്, വാഗ്ദത്ത ഭൂമി, ദൈവരാജ്യം. ഇവിടെയാണ് വിശ്വാസപരമായ മതത്തിൻ്റെ കുടിയൊഴിപ്പിക്കൽ, ഇറക്കിവിടൽ, ബലപ്രയോഗിക്കൽ, ആട്ടിപ്പായിക്കൽ ഇതൊക്കെ ജിയോ പൊളിറ്റിക്കലായിട്ടുള്ളപ്പോൾ മതത്തെ തിരുകണമെങ്കിൽ തിരുകാമെന്ന കാര്യമാണ് ഞാനിവിടെ പറഞ്ഞു വന്നത്. 1967 അറബ് രാജ്യങ്ങളും പാലസ്തീനും ചേർന്ന് ഇസ്രയേലിനെ ഇല്ലാതാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ യുദ്ധത്തിലേർപ്പെടുകയും അവർക്ക് വെസ്റ്റ് ബാങ്ക്, ജോർദാൻ മുനമ്പ്, ഗോലാൻ കുന്നുകൾ, സിനായ് ഉപദ്വീപ് എന്നിവ നഷ്ടപ്പെടുകയും ചെയ്തു. 1978 ക്യാമ്പ് ഡേവിഡ് സമാധാന ഉടമ്പടി പ്രകാരം സിനായ് ഉപദ്വീപ് ഈജിപ്തിന് ഇസ്രായേൽ തിരിച്ചു നൽകി എന്നുണ്ട്.
ഇതിൻ്റെ മാനവിക വശം ഒന്ന് നോക്കുക. ഇപ്പം ഞാനിവിടെ ഈ ഭൂമി വാങ്ങിച്ചത് 84-ലാണ്. ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഈ വീടൊക്കെ ഉണ്ടാക്കി. അതിൻ്റെ പിന്നിൽ ഒരു പുരുഷായുസിൻ്റെ അധ്വാനം തന്നെ എനിക്ക് വേണ്ടി വന്നു എന്നുള്ളതാണ്. ഒരു ദിവസം രാവിലെ എൻ്റെ അയൽപ്പക്കത്തെ സുഹൃത്ത് വന്ന് എന്നെ പിടിച്ചിറക്കി ഈ വീട് കയ്യേറാൻ ശ്രമിക്കുകയാണെന്നുള്ള അവസ്ഥ ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. നിങ്ങളുടെ വീടിനെ കുറിച്ച് സങ്കല്പിച്ചു. ഇതാണ് പലസ്തീനിലെ ജനത അനുഭവിക്കുന്നതെങ്കിൽ ഈ കുടിയേറാൻ വരുന്നവരാണ് ഇസ്രായേൽ. അത് ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല, ബോധപൂർവം സംഘടിതമായി സർക്കാർ ഒത്താശയോട് സബ്സിഡിയോട് സ്ഥലം വാങ്ങിയോ അല്ലാതെ കയ്യൂക്കും മിടുക്കും കൊണ്ട് സാധിച്ചെടുക്കുന്ന ഒരു വിഷയമാണെങ്കിൽ ഒരു ചെറിയ കഥ കൂടെ പറയാതെ ഒരു യൂട്യൂബിൽ ഞാൻ കണ്ട ഒരു കഥയാണ്. അതായത് ഒരു സ്ത്രീ തൻ്റെ വീട് കയ്യേറിയാൻ വന്ന ഒരാളോട് പറയുകയാണ്, ഇത് എൻ്റെ വീടെന്ന് നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ പരിചയക്കാരനാണല്ലോ നിങ്ങൾ. അയാൾ പറയുന്നു, മാഡം, ഞാൻ മാത്രമല്ല ഇതിൻ്റെ പിന്നിലുള്ളത്, സംഘടിത ശക്തിയുണ്ട്. അവർ പറയുന്നു, എങ്കിലും നിങ്ങൾ ഇതെന്നോട് കാണിക്കാൻ പാടില്ല, നമ്മൾ പരിചയക്കാരാണ്, നിങ്ങളുടെ കുട്ടിക്കാലം മുതൽ അറിയാം ഞാൻ ഇവിടെ താമസിക്കുന്നു എന്ന് നിങ്ങൾക്ക്, എന്നിട്ടും നിങ്ങൾ ഈ കടുങ്കൈ എന്നോട് ചെയ്യുന്നത് നീതിയുക്തമല്ല എന്നവർ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാനിവിടെ കൈയടക്കിയില്ലെങ്കിൽ മറ്റൊരാൾ വന്ന് ഈ വീട് സ്വന്തമാക്കും. അതായത് പലസ്തീനികളുടെ വീട് ബലം പ്രയോഗിച്ച് തന്നെ കൈയടക്കാനുള്ള രീതി. മാത്രമല്ല, സ്ഥലം വിലയ്ക്ക് വാങ്ങിച്ചോ അല്ലാതെയോ ഈ വെസ്റ്റ് ബാങ്ക്, ഗാസ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ചുറ്റും കോളനിവൽക്കരണം എന്ന് പറയുമ്പോൾ വീടുകൾ കെട്ടി, കോളനികൾ കെട്ടി, അതിൻ്റെ മുകളിൽ ഇസ്രയേലിൻ്റെ പതാക പറപ്പിച്ചുകൊണ്ട് തന്നെ ആധിപത്യം ഉറപ്പിക്കാനുള്ള മനുഷ്യത്വ വിരുദ്ധമായ നിലപാട് അവിടെ സ്വീകരിച്ചു എന്നതാണ്. ഇവിടെ കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് വല്ലാത്ത പ്രയാസമാണ്. നമ്മൾ സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്നപ്പോൾ കണ്ട ആ വികാരത്തിൻ്റെ ഉദ്ദീപനം ഇപ്പോൾ ഏകദേശം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇതൊരു പൊയ്മുഖമാണ് കേട്ടോ. ഇതിൽ യാതൊരുവിധ മാനവികതയും ഇല്ല. അതിന് പകരമുള്ളത് തീവ്ര മനോഭാവം, ഗോത്ര സ്നേഹം, അതിലുപരി വർഗീയത. ആര് കാണിച്ചാലും, അതായത് തെറ്റു ചെയ്യുന്നത് മുസ്ലിങ്ങളാണെങ്കിൽ ഞങ്ങൾ അവരുടെ പക്ഷം, അല്ലെങ്കിൽ എതിർപക്ഷം ഒക്കെ തെറ്റു ചെയ്യുന്നവരും ഞങ്ങൾ സംശുദ്ധരുമാണെന്ന ധാരണ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യത്തിൽ. അല്ലാതെ നീതിയുക്തമായി അവിടെ നടക്കുന്ന മാനവിക വിരുദ്ധമായ കാര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മാനവികതയ്ക്ക് വേണ്ടിയല്ല കേരളത്തിലെ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെതിരെ ശബ്ദമുയർത്തുന്നത്. ഈ അതിക്രമം മുസ്ലിങ്ങൾ ജൂതന്മാരോട് കാണിച്ചെങ്കിലോ ഇവർ മിണ്ടുകയല്ല. അത് ചരിത്രത്തിൽ ഉടനീളം അങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. മനുഷ്യൻ്റെ ഇൻബിൽട്ടായിട്ടുള്ള ഒരു പോരായ്മയാണ് ഗോത്രീയതയെങ്കിൽ ആ ഗോത്രീയതയും വർഗസ്നേഹവും മതസ്നേഹവും ആ ഗ്രന്ഥത്തിൻ്റെ ഉദ്ബോധനങ്ങളും കൂടി ചേർന്നുകൊണ്ട് ഇന്നത്തെ കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകളുടെ ഈ കണ്ണീർ പൊഴിക്കൽ വെറും മുതലക്കണ്ണീരെന്ന് ആദ്യമേ തന്നെ പറയേണ്ടി. പക്ഷേ അറബികൾ എടുക്കുന്ന നയമോ, കുവൈറ്റ്, UAE, സൗദി, അവരൊക്കെ അഴകുഴമ്പൻ നയമാണ് എടുക്കുന്നത്. പേരിന് വേണ്ടി പ്രസ്താവന നടത്തും. എബ്രഹാം അക്കോർഡ് എന്നൊരു അക്കോർഡ് ഉണ്ടാക്കിക്കൊണ്ട് അവർ ഇസ്രയേലുമായി ചങ്ങാത്തത്തിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ്. കാരണം അവർക്ക് അവരുടെ താല്പര്യങ്ങൾ, ഒന്ന് സാമ്പത്തിക താല്പര്യം, പിന്നെ അനാവശ്യമായി ഇസ്രയേലുമായി യുദ്ധം ചെയ്യാതിരിക്കുക, ഞാൻ സേഫാകുക. ഓരോ അറബ് രാഷ്ട്രവും പലസ്തീനെടുക്കുന്ന നിലപാട് ഈ അൽ ഉമ്മ എന്നൊക്കെ പറയുന്നതിൽ എന്തർത്ഥമുണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരർത്ഥവുമില്ലെന്നേ വാസ്തവത്തിൽ. അതായത് അവനവൻ്റെ കാര്യം നോക്കി സ്വാർത്ഥതയിലൂന്നിയാണ് ഓരോ രാജ്യങ്ങളും ഈ പലസ്തീൻ പ്രശ്നത്തിൽ അറബ് രാജ്യങ്ങൾ, മുസ്ലിം രാജ്യങ്ങൾ എടുക്കുന്നതെങ്കിൽ അത് നിങ്ങൾ കേരളത്തിലെ മുസ്ലിങ്ങളുടെ വികാരവുമായി ചേർത്ത് വായിക്കുക. ഞാൻ സേഫായിരിക്കണം, ഞാൻ ഇസ്രയേലുമായി ഏർപ്പെടുന്ന കരാറുകൾ, കച്ചവടങ്ങൾ, ഓയിൽ, സ്റ്റോക്ക് മാർക്കറ്റ്,
ആഗോള വിപണി, കാർഷിക ഉൽപ്പന്നങ്ങൾ, അതിലുപരി ഇസ്രയേലിൽ നിന്നൊരു ശത്രുവിനെ സൃഷ്ടിച്ചുകൊണ്ട് അതിൽ നിന്നൊരു ആക്രമണമോ പ്രത്യാക്രമണമോ പലസ്തീനികൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ മേലാണ് ഈ അബ്രഹാം അക്കോർഡ് ഉണ്ടാക്കിയെടുത്ത് സസുഖം പലസ്തീനികളെ മറന്നുകൊണ്ട് തന്നെ ഈ മാനവിക വിരുദ്ധമായ നിലപാടിനെ കയ്യയച്ച് പിന്തുണച്ചുകൊണ്ട് തന്നെയാണ് മുസ്ലിം രാജ്യങ്ങൾ നിൽക്കുന്നതെങ്കിൽ സാഹോദര്യം, മാനവികത, അൽ ഉമ്മ, എവിടെ ഉമ്മേ ഈ അൽ ഉമ്മ? ഇപ്പോഴത്തെ സംഭവങ്ങൾക്ക് പ്രത്യേകിച്ചൊരു കാരണമുണ്ട്. ഈ ഹമാസ് പണ്ടേ മുതൽ ഇസ്രയേലിനെ തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ഞാൻ പറഞ്ഞുവല്ലോ, ഹമാസ് ഇസ്രയേലിനെ തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ 93 വരെ നിരന്തരമായ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നല്ലോ. സമരമുറങ്ങൾ, ഈ മിസൈലുകൾ അയക്കുക എന്നുള്ളത്. അങ്ങനെ ഇപ്പോൾ അവർ ഈ ഇസ്രയേൽ ഒരു കടുകൈ കാണിച്ചു. അതായത് ഈ വെസ്റ്റ് ബാങ്കൊക്കെ പിടിച്ചടക്കിയ, സിനായ് മുനമ്പൊക്കെ പിടിച്ചടക്കിയതിൻ്റെ ആഹ്ലാദത്തിൽ അവരൊരു ജാഥ, ഇസ്രയേലിലെ തീവ്രവാദ ജൂതൻസ്, സിയോണിസ്റ്റുകൾ, മറ്റൊരു കാര്യം കൂടെ പറയാതിരിക്കാനാവില്ല കേട്ടോ. ഇസ്രയേൽ ജനത ബഹുഭൂരിപക്ഷവും ഇസ്രയേലിൻ്റെ അധിനിവേശത്തെ എതിർക്കുന്നുണ്ട് എന്നുള്ളത്. ജനാധിപത്യപരമായി മതേതരത്വം ഉൾക്കൊണ്ടുകൊണ്ട് ആധുനിക സോഷ്യലിസം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർ ഇതിനെ ശക്തിയുക്തം എതിർക്കുന്ന നല്ലൊരു ഗ്രൂപ്പ് ഇസ്രയേലിൽ വാഴുന്നുണ്ട് എന്നത് കാണാതിരിക്കാനാവില്ല എന്നത് ഭാവിയിലേക്കുള്ള ഒരു ശുഭസൂചകമായി വേണമെങ്കിൽ കരുതാം. അങ്ങനെ ആകണമെന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അപ്പം ഇങ്ങനെ ഹമാസ് തൊടുത്തയക്കുന്ന മിസൈലുകളെ പ്രതിരോധിക്കാൻ വേണ്ടി അയൺ ഡോമുകൾ ഇസ്രയേൽ സ്ഥാപിച്ചിട്ടുണ്ട്. വരുന്ന മിസൈലുകൾ തങ്ങളുടെ ആകാശപരിധിയിൽ കൂടി വരുന്ന മിസൈലുകളെ കണ്ടെത്തി അവയെ നശിപ്പിക്കാൻ പാകത്തിലുള്ള ഒരു ടെക്നോളജികൾ അയൺ ഡോം. ഇത് വളരെ സക്സസ്ഫുള്ളായി കാര്യങ്ങൾ ചെയ്യുമെങ്കിൽ തന്നെയും നിരന്തരമായ മിസൈൽ ആക്രമണത്തിൻ്റെ തുടർച്ചയായി ഇസ്രയേലിലേക്ക് മിസൈൽ പതിക്കുകയും ഒരു 6 പേർ ഇസ്രയേലികൾ അതിൽ മരണപ്പെടുകയും ചെയ്തു. അത് ദാരുണമായി നമ്മൾ വിമർശിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്, അതിൽ സംശയമില്ല. എന്നാൽ എന്തായാലും ഇതിൻ്റെ പ്രത്യാക്രമണം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഈ ഹമാസിനെ ഒന്നടങ്കം മുച്ചൂട് നശിപ്പിക്കണമെന്നതിൻ്റെ വാശിയുടെ പുറത്ത് ഈ ഹമാസ് ഈ ഗാസയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഘടനയാണ്. ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റിൽ PLO, അതായത് ഫതാഹും ഹമാസും തമ്മിലുള്ള സംഘടനത്തിൽ ഇലക്ഷന് ശേഷം വെസ്റ്റ് ബാങ്ക് ഫത്താഹ എടുക്കുകയും അവിടെ ഭരണം നിലനിർത്തുകയും ഹമാസ് ഗാസയിൽ ഒതുങ്ങുകയും ചെയ്തു. അപ്പോൾ തന്നെ അമേരിക്കയിൽ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും ഹമാസിന് ഉപരോധം ഏർപ്പെട്ടു. ഇപ്പോൾ ഉണ്ടാകുന്ന കോവിഡിൽ നിന്ന് രക്ഷ നേടാൻ വാക്സിൻ പോലും അങ്ങോട്ട് കടക്കാനൊക്കാത്ത രീതിയിൽ ഏതു വഴിക്കും ഗാസയെ വരിഞ്ഞു മുറുക്കിയാണ് ഇസ്രയേൽ നിർത്തിയിട്ടുള്ളതെങ്കിൽ തന്നെയും ഇതിനെ മറികടന്നുകൊണ്ടാണ് ഹമാസ്. ഈ ഹമാസ് എന്ന് പറയുന്നത് വളരെ ഏകദേശം 30 കിലോമീറ്റർ സ്ക്വയർ ഉള്ള ഒരു രാജ്യമാണ്. 3 ലക്ഷമോ 20 ലക്ഷമാണ് അവിടുത്തെ ആകെ ജനസംഖ്യ. ഇസ്രയേൽ ഒരു വൻ രാജ്യമാണ്. ന്യൂക്ലിയർ ഫോഴ്സ്. മല്ലനും കുട്ടിയും തമ്മിലുള്ള സമരത്തോടെ നമുക്ക് ഉപമിക്കാൻ സാധിക്കും. കുട്ടി മല്ലൻ്റെ നെഞ്ചത്തടിക്കുന്നു എന്നുള്ളതാണ് മല്ലൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്നുള്ളത് കാണാതിരിക്കാൻ പറ്റില്ല. തുല്യ ശക്തികൾ തമ്മിലുള്ള പോരാട്ടമല്ല എന്നുള്ളത് കൊണ്ട് കുട്ടിയുടെ ഏതു കാരണം ആയാലും ശരി കുട്ടിയെ സംരക്ഷിക്കേണ്ട ബാധ്യത. അതിന് പ്രധാനമായി പറയാനുള്ളത്, അന്ന് UN 47 അനുവദിച്ചു കൊടുത്ത 45% ഭൂപ്രദേശം ഇന്ന് പലസ്തീൻകാരുടെ കയ്യിലില്ല. അത് ചുരുങ്ങി നിങ്ങൾ ഒരുപാട് ഫോട്ടോ കണ്ടിരിക്കും. അതിൻ്റെയൊക്കെ ഫേസ്ബുക്കിലൊക്കെ നന്നായി പ്രചരിക്കുന്നുണ്ട്. വളരെ ചുരുങ്ങി. അതായത് നെക്കി കൊത്തി മുറത്തിൽ കയറി ആശാൻ്റെ കയ്യും കൊത്തി നിൽക്കുകയാണ് ഇപ്പോൾ എന്ന്. ഇനി പത്രമാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെ ഇത് ആയുധ ലോബിയുടെ കളിയാണോ? പൂർണ്ണമായും അല്ല. എന്നാൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ നെതന്യാഹു
ഇലക്ഷന് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തത് എന്ന് മോദി നമുക്ക് ഇവിടെ സ്ട്രൈക്കൊക്കെ നടത്തിയില്ലേ, അതുപോലെ അതാണോ? അത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഏത് ഭരണകർത്താവ്, അത് അയാൾക്ക് തിരിച്ചടി ആയി എന്ന്. എത്ര കൊല്ലാൻ ശ്രമിച്ചിട്ടും ഫിനിക്സ് പക്ഷിയെ പോലെ നെക്കി നെരുക്കി ഈ 30 കിലോമീറ്റർ സ്ക്വയറിൽ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുമ്പോഴും ശക്തി ആർജിച്ചുകൊണ്ട് ഹമാസ് പിടിച്ചു നിൽക്കാൻ കാരണം അവിടുത്തെ ജനങ്ങളുടെ ഇച്ഛാശക്തിയാണ്. തങ്ങളുടെ ഭൂമി തങ്ങൾക്ക് വേണമെന്ന ഇച്ഛാശക്തിക്ക് ഒരു സമരവീര്യം പകർന്നു നൽകാൻ ഹമാസിനാകുന്നത് കൊണ്ടാണ് ഹമാസിൻ്റെ എല്ലാ തീവ്രവാദ നിലപാടുകളെയും ഉൾക്കൊണ്ടാലും ഇല്ലെങ്കിലും അവിടുത്തെ ജനത അവരെ പിന്തുണയ്ക്കുന്നു എന്നതുകൊണ്ട് ഇതിന് എന്താണ് പരിഹാരം എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്ന പരിഹാരം ടു നേഷൻ തിയറി, 2 രാജ്യമായി, അത് പാലസ്തീനും. അതിനി നടക്കില്ല എന്ന് പറയാൻ കാരണം അത്രത്തോളം ജൂത കുടിയേറ്റം പാലസ്തീനിൽ എമ്പാടും നടന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇവരെയൊക്കെ പിൻവലിച്ചുകൊണ്ട് പലസ്തീൻ പ്രദേശം ഇസ്രയേൽ വിട്ടുകൊടുക്കാൻ തുനിഞ്ഞാൽ പോലും അത് അസാധ്യം എന്ന നിലയ്ക്ക് ഇനി ആകാവുന്നത് അമേരിക്കയുടെ സംവിധാനം പോലെ ഒരു ഫെഡറൽ സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തുല്യശക്തികളുടെ കൂട്ടുചേർന്നുള്ള ഭരണം എന്ന് വരണമെങ്കിൽ അവിടെ ഹമാസിൻ്റെ കടുംപിടുത്തവും ജൂതലോബിയുടെ പിടിമുറുക്കം അയയുകയും ചെയ്താൽ മാത്രമേ ഇതിനൊക്കെ മതവും മറ്റു പല കാര്യങ്ങളും കടന്നു വരാം. പക്ഷെ ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് സഹവർത്തിത്വത്തിലോടുകൂടി മാനവികതയിൽ ഊന്നിയുള്ള ഒരു പരിഹാരത്തിൻ്റെ ബോധം ഈ 2 കക്ഷികളും വരാത്തിടത്തോളം കാലം ഈ പ്രശ്നം തുടരും എന്ന് വേണം നമുക്ക് കരുതാം. പക്ഷേ അങ്ങനെ അല്ലാകണ്ടാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് മറ്റൊരു അധ്യായത്തിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.